വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് കായും ലെൻറ്റിൽസും കൂടെ ഒന്ന് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് കുറയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. ലെൻറ്റിൽസ്, കാ അരിഞ്ഞത്, പിന്നെ അരയ്ക്കാൻ വേണ്ടുന്ന വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ഉണക്കമുളക്, തേങ്ങ, ജീരകം, കറിവേപ്പില, ആവശ്യത്തിന് എണ്ണ. ആദ്യമായിട്ട് നമുക്ക് ലെൻറ്റിൽസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. പാൻ ചൂടാക്കുക, അതിലേക്ക് കടുക് ഇടുക, കറിവേപ്പില ഇടുക. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവി വരുന്ന ഒരു പരുവം ആകുമ്പോഴത്തേക്ക് തീ ഏറ്റവും കുറച്ച് വേണമെങ്കിൽ ഇവിടുത്തെ പെട്ടെന്ന് വേകുന്നതാണ്, ഉപ്പും ചേർത്ത് 1/2 ടേബിൾ സ്പൂണിൽ താഴെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. ഈ ലെൻറ്റിൽസ് നമ്മുടെ നാട്ടിലെ വൻപയർ പോലെ തന്നെയാണ്. വൻപയർ, കടല, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ബ്രൗൺ കളറിലുള്ള ഏത് സാധനങ്ങളും സ്ലോ ആയിട്ട് മാത്രമേ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ബ്ലഡിലേക്ക് ഷുഗർ റിലീസ് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ അരയ്ക്കാനുള്ള സാധനം എല്ലാം അരച്ചെടുത്തു, അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ലെൻറ്റിൽസ് ഞാൻ നേരത്തെ വേവിച്ചെടുത്തതാണ്. ഈ വേവിച്ചെടുത്ത ലെൻറ്റിൽസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് ആവി വരുന്ന പരുവത്തിന് ഇത് ആവി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അവനവൻ്റെ ഇഷ്ടം പോലെ മുഴുവൻ കുഴഞ്ഞിരിക്കേണ്ടവർക്ക് ആ പാകം, അല്ല നല്ലതായിട്ട് ഡ്രൈ ആകേണ്ടവർക്ക് ആ പാകം, അതുപോലെ നമ്മൾ എടുക്കുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ലെൻറ്റിൽസ് അവൈലബിൾ ഇല്ലാത്തവർക്ക് നമുക്ക് വൻപയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈവൻ കടല, അതായത് വെളുത്ത കടലയല്ല, ബ്രൗൺ കളറുള്ള കടല, അതാണേലും ഉപയോഗിക്കാം. ഇത് ഡയബറ്റീസിനെ കുറയ്ക്കുന്ന ഒരു പയറ് വർഗ്ഗമാണ് ഈ ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.